പ്രേമിക്കുന്നവർക്ക് കൊടുക്കാനേ പനിനീർ പൂവിലും വലിയ സമ്മാനമുണ്ടോ? അയ്യോ, ഇതിന് ഇങ്ങനൊരു മീനിങ് ഉണ്ടോ? നാശം, എന്റെ ഒരു കാര്യം കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. വാ ബ്രോ, ഇനി എല്ലാവർക്കും ചേർന്നൊരു സെൽഫി എടുത്താലോ? വണ്ടി റൂട്ട് മാറി ഓടുകയാണ് മോനെ, കുഴപ്പാവോ? ഒന്ന് ചിരിക്ക് ബ്രോ. നോക്കട്ടെ ഫോട്ടോ. അതാ കൈ കൈ ഇവിടെ എന്നിട്ട് നോക്കിയാ പോരെ. കമോൺ ബ്രോ, ലെറ്റ്സ് എൻജോയ്. അയ്യോ വേണ്ട, നിങ്ങൾ അയക്കോ. ഗുഡ് ബോയ്. അട്ട പിടിക്കുന്നത് പോലെയാണല്ലോ ദൈവമേ. നിങ്ങൾ രണ്ടുപേരിൽ ആരാ ആദ്യം ലവ് തുറന്നു പറഞ്ഞത്? ആദ്യം പറഞ്ഞ ഞാനാ. സുധീഷ് അപ്പൊ തന്നെ സമ്മതിച്ചു. ഞാനാ? എപ്പോ? അപ്പൊ നിങ്ങളുടെ ലവ് സ്റ്റോറി പറ. ആദ്യമൊക്കെ ഞാൻ സുധീഷിന്റെ വണ്ടിയിൽ യാത്ര പോവായിരുന്നു. സുധീഷ് വെറുതെ ഇരിക്കില്ല, സംസാരിച്ചോണ്ടേ ഇരിക്കും. ശരിക്കും ജോളി. ഒരു ദിവസം ഞാൻ സുധീഷിന്റെ കാറിൽ എന്റെ ഫോൺ മറന്നു വെച്ചു. വേറെ ആരായാലും അത് ആക്സസ് ചെയ്യാനോ അടിച്ചു മാറ്റാനോ നോക്കും. സുധീഷ് അത് കൃത്യമായിട്ട് എന്നെ ഇറക്കി വിട്ട സ്ഥലത്ത് കൊണ്ട് തന്നു. അന്നു മുതലാ ശരിക്കും എനിക്ക് ഇഷ്ടം തോന്നി തുടങ്ങിയത്. എന്റെ ഭഗവാനെ, ഇതൊക്കെ ഞാൻ ചെയ്തതാണോ? നിന്റെ നാവാടാ കാരണം. നാവേ. പിന്നെ കുറെ കാലം, ഏകദേശം 1 മാസം ഞാൻ സുധീഷിനെ കണ്ടിട്ടില്ല. പിന്നെ അനിയ മുഖേനയാ വീണ്ടും കണക്ട് ചെയ്തത്. അന്നു മുതൽ എല്ലാ ദിവസവും കൃത്യസമയത്ത് മീറ്റ് ചെയ്യും. രാവിലെ ഞാൻ ബസ് സ്റ്റോപ്പിൽ എത്തുമ്പോ ആളവിടെ റെഡിയാ. ബസ് സ്റ്റോപ്പിൽ സുധീഷിന്റെ ആന്റിയും ബ്രദറും ഒക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും എന്നോട് സംസാരിക്കും. അല്ലേ ബ്രോ, നിങ്ങൾക്ക് ഗായത്രി എങ്ങനെ ഇഷ്ടായത്? ടെൽ us your side. എന്താ, ഞാൻ തെറ്റായിട്ട് എന്തെങ്കിലും ചോദിച്ചോ? എന്താ സുധീഷേ? നാണിക്കാതെ പറ. എന്തു പറ്റി സുധീഷേ? അതെ, ഒന്ന് കൈവിടാമോ? എനിക്കൊന്ന് വാഷ്റൂമിൽ പോണം. അതാണോ? ശരി, ഓക്കെ. നമുക്ക് ഈ കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്താലോ? വരുത്തി വെച്ചാടാ, നീ വരുത്തി വെച്ചതാ. 1000 തവണ എല്ലാരും പറഞ്ഞതാ വേണ്ട വേണ്ടെന്ന്. അപ്പൊ നിനക്ക് നിധിയെ പശീവാക്കട്ടെ മര കഴുത. സുഭാഷേട്ടാ, ആ ഓംലെറ്റ് എടുത്തോട്ടെ. അത് സുധീഷിന് വേണ്ടി മാറ്റി വെച്ചതാ, വേറെ മുട്ടയില്ല. അല്ല, സുധീഷേട്ടൻ പുറത്തുനിന്ന് കഴിച്ചിട്ടല്ലേ വരുള്ളൂ. സാറ് ബർത്ത്ഡേ ഫംഗ്ഷന് പോയിരിക്കല്ലേ, അവിടെ നിന്ന് കഴിക്കട്ടെ. ഇനി വന്നിട്ട് എങ്ങാനും ഫുഡ് ചോദിച്ചാലോ? നീ എന്റെ എടുത്തോ. അയ്യോ വേണ്ട, ഞാൻ വെറുതെ പറഞ്ഞു. അത് വേസ്റ്റ് ആവണമെന്ന് കരുതി പറഞ്ഞതാ. നീ എടുത്തോടാ. താങ്ക്സ്. സാറെത്തിയല്ലോ. ഡിന്നർ ടൈം. ആഹാ, കറക്റ്റ് സമയത്താണല്ലോ ഞാൻ എത്തിയത്. കഴിച്ചില്ലേ? ഇല്ല, കഴിക്കണം. പോയി കഴിട്ടോ. കൈ കഴുകു. രണ്ട് ദോശയേ ഉള്ളൂ. ചട്നി കഴിച്ചേ. ഓംലെറ്റ്. ഇതെന്താ?
എന്നാ വെള്ളം കുടിക്ക്. ഇതെന്തെല്ലാരും എന്നെ നോക്കിയിരിക്കുന്നത്? ബർത്ത്ഡേ പാർട്ടിക്കല്ലേ പോയത്? ഗായൂസ് ബർത്ത്ഡേ. എന്നിട്ട് അവിടെ നിന്ന് കിട്ടിയില്ലേ? അവിടെ എല്ലാം ഉണ്ടായിരുന്നു. കേക്ക്, സ്നാക്സ്, ജ്യൂസ്, ഷേക്ക് എല്ലാം ഉണ്ടായിരുന്നു. ഓ ഫുഡിന്റെ സമയം ഇപ്പൊ തരാണ്ട് ഇറക്കി വിട്ടാ. അല്ല, എന്റെ വീട്ടിൽ മഹാനായ ഒരു ഷെഫ് ഉണ്ട്. ആളുണ്ടാക്കുന്ന ദോശയെ ഞാൻ കഴിക്കൂന്ന് പറഞ്ഞ് കഴിക്കാതെ ഇങ്ങ് പോകും. അത്രയ്ക്ക് സ്നേഹമുള്ള ആളൊന്നല്ല സുധിച്ചേട്ടൻ. ഹരീഷേ, എടാ ഞാൻ മനഃപൂർവ്വം കഴിക്കാൻ വന്നാടാ. ഡാടാ അവൻ കഴിക്കട്ടെ, ആ നീ ഒന്നും മിണ്ടായിരിക്കും. പിന്നല്ല. ഗായുവാവും എടുക്ക്. ആണെങ്കിൽ നിനക്കെന്താ? എന്താ സംസാരിക്കുന്നില്ലേ? ചേടാ, മനുഷ്യന് ഭക്ഷണം കഴിക്കാൻ കുറച്ച് സ്വയം തരൂ. എന്താ ഇത്? ഡാ, ഞാൻ നേരത്തെ ശ്രദ്ധിച്ചു. ഈ ഗായി എന്ന് പറഞ്ഞ എന്താ? അന്ന് പറഞ്ഞ ഓർമ്മയില്ലേട്ടാ, ആ ബസ് സ്റ്റോപ്പിൽ വെച്ചാണ്ട പെൺകുട്ടി ഗായത്രി. ആ അവളുടെ ബർത്ത്ഡേക്ക് പോയിട്ടാ സുധീഷേട്ടൻ വരുന്നത്. എന്തിനാടാ ആവശ്യമില്ലാത്തടത്തൊക്കെ വലിഞ്ഞു കയറിച്ചില്ലെന്നേ? ബർത്ത്ഡേക്ക് വിളിച്ചു പോയി അല്ലേ? അത്രേ ഉള്ളൂ. കഷ്ടം. ഏട്ടാ പിന്നെയും ഗായുവാവും, എടുത്ത് സംസാരിക്കുക. എന്തിനാടാ അങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത്? അതെ, ഞാൻ കഴിക്കാതെ പോയത് എന്താണെന്നറിയാൻ വിളിച്ചോണ്ടിരിക്കുന്നതായിരിക്കും. അതെ, ഫോൺ എടുത്ത് കാര്യം പറഞ്ഞോടെ. എന്ത്? അതെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ സുധിച്ചേട്ടാ? പ്രശ്നോ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ലെങ്കിൽ ഫോൺ എടുത്തെന്താ? ഞാൻ കഴിച്ചോണ്ടിരിക്കല്ലേ, അതിൻ്റെ ഇടയിൽ ഞാൻ ഫോൺ എടുക്കണോ? അങ്ങനെ എടുക്കാത്ത ആളൊന്നും അല്ലല്ലോ സുധിച്ചേട്ടൻ. എന്തുകൊണ്ട് പറയാത്തതാ? അവൻ കഴിക്കട്ടെ. ആ അതെ, കഴിക്കുക. എല്ലാരും കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണല്ലോ. സുഭാഷേട്ടാ. എന്താടാ? ഒന്നുമില്ല. റിസൾട്ട് വല്ലതും പൊട്ടിയോടാ? എന്താ സുഭാഷേട്ടാ ഇത്? സ്നേഹത്തോടൊന്ന് കെട്ടിപ്പിടിച്ചാ ഇങ്ങനെ അപമാനിക്കണോ വേണ്ടത്? പോ സുഭാഷേട്ടാ. ഇല്ല, കുറച്ച് കഴിയുമ്പോ ഇറങ്ങും. ആ, പ്ലാൻ പെൻഡ്രൈവിലുണ്ട്, ഞാൻ കൊണ്ടുവരാം. ശരി. എണീക്കേണ്ട സമയമല്ലോ. ഇനി വല്ല വയ്യായികയുണ്ടോ? ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നല്ലേ? രാത്രി മുഴുവൻ നല്ല കീറായിരുന്നിരിക്കും. തല പൊന്തണ്ടേ? ഡോ, താനൊന്നും അത്ര സീരിയസ് ആയിട്ട് എടുക്കണ്ട. താൻ വാ, നടക്കേ. വറക്കുവാണോ ഇനി? മറക്കല്ല, പൊരിക്കുക. അല്ല അല്ലേ. ഇന്നെന്താ ബ്രേക്ക്ഫാസ്റ്റ്? രാവിലെ ദോശ. എന്നും രാവിലെ ദോശ തന്നെയല്ലേ? പറയുന്ന കേട്ടോ ദിവസം വെറൈറ്റി ഐറ്റംസ് ആണെന്ന്. വെറൈറ്റി വേണമെങ്കിലേ നിങ്ങക്ക് രാവിലെ എഴുന്നേറ്റ് ഉണ്ടായിക്കൂടെ? അങ്ങനെയല്ല നിധി,
അല്ല ദോശ എനിക്ക് ഓക്കെ കേട്ടോ, പ്രശ്നമൊന്നുമില്ല. ആ ആ അങ്ങനെ വഴിക്ക് വാ. ഓക്കെ. ബ്രേക്ക്ഫാസ്റ്റിന് വരെ ഓക്കെ. ഉച്ചയ്ക്ക് എന്താ? ഊണ് സാമ്പാർ ആലു ഫ്രൈ. എന്തോന്ന്? ആലു ഉരുളക്കിഴങ്ങ്. കേട്ടില്ല സുധീഷേട്ടാ? ആലു ഫ്രൈ. ആലു ഫ്രൈ. ഓ ചുമ്മാ ഇരിടാ. ആ. ആലു ഫ്രൈ. അങ്ങനെ ആലു. ഹരീഷേട്ടാ, ആ ഇന്ന് ഉച്ചയ്ക്ക് എന്താ ഫുഡ് എന്നറിയോ? എന്താ വെറൈറ്റി ആണോ? പിന്നെ ഏ? ചോറ്, സാമ്പാർ, പിന്നെ ആലു ഫ്രൈ. ആലു ഫ്രൈയാ? അതെ. ആ കേട്ടിട്ടില്ല? ഇല്ല. ഉരുളക്കിഴങ്ങ് ഉപ്പേരി. ഓ ഡാ സുഭാഷ് ഏട്ടാ ഇപ്പൊ ഭയങ്കര ഹിന്ദിയാണല്ലേ? പിന്നെ എഴുന്നേറ്റ് പോടാ അവിടുന്ന്. ഓ പോവല്ലേ, ഇവിടെ നിക്ക്. ഇടാ എനിക്ക് ജോലിക്ക് പോകാൻ സമയമായി. ഏയ് ഈ കത്തിയും കൊണ്ടാണോ ജോലിക്ക് പോണേ? എന്നിട്ട് എന്ത് ചെയ്യാനാ? ആലു ഫ്രൈ ഉണ്ടാക്കാൻ. എടാ നിന്നെ വിട്രാ, സുഭാഷ് ഏട്ടാ ഇത്തിരി ജോളിയായിട്ടിരിക്കട്ടെ എന്ന്. ജോളി ആയിക്കോട്ടെ, പക്ഷെ ആലുവിൽ നിർത്തണം. വേങ്കൻ ഭർത്ത, ബിണ്ടി മസാല എന്നൊക്കെ പറഞ്ഞ് ചുറ്റിക്കാണ്ടിരുന്ന ഇല്ല ഇപ്പൊ മേടിക്കും കൊല്ലും ഞാൻ. ആലു ഫ്രൈ ഉണ്ടാക്കാനാണോ? എടാ ഞാൻ അങ്ങനെ പറഞ്ഞോ? അയ്യോ അപ്പൊ ഇന്നത് ഉണ്ടാക്കിയിട്ടില്ലേ? ഊഫ് എടാ ഇതാണ് ആലു ഫ്രൈ. ആ ശേ ഇപ്പോഴും ഉരുളക്കിഴങ്ങ് വായിൽ വരുന്നില്ല. ആലു അല്ലേ? ആലു. ഒരു കടി താടാ. തരില്ല. എനിക്ക് തരാം. അച്ഛാ, അയ്യോ നല്ല ചൂടുണ്ടല്ലോ. സുഭാഷ് ഏട്ടാ, സുഭാഷ് ഏട്ടാ. വാടാ. എന്തോ അത്യാവശ്യം പോലുണ്ടല്ലോ. എന്തെന്ന്? എന്താ മോളെ? അച്ഛന് നല്ല പനിയുണ്ട്. അയ്യോ പനി എത്ര ഉണ്ടെന്ന് അറിഞ്ഞാൽ നല്ലതായിരുന്നു. നല്ല അതിന് പനിയുണ്ട്. നമ്മുടെ കയ്യിൽ സ്റ്റെതസ്കോപ്പ് ഇല്ലല്ലോ. ഓ തെർമോമീറ്റർ. ആ അപ്പൊ സോറി. ഇവിടെ ഒന്നുമില്ല. എന്നാ പിന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയാലോ? ആ ശരി. അച്ഛാ ഹോസ്പിറ്റലിലേക്ക് പോവാം. അച്ഛാ പെട്ടെന്ന് പോയിട്ട് വരാം. അതൊക്കെ അങ്ങ് മാറിക്കോളും. ഗുളിക എന്തേലും മുറിയിലുണ്ടോ? ഞാൻ എടുത്തിട്ട് വരാം. ചേടോ അത് മാറിക്കോളൂ കേട്ടോ, താൻ വെറുതെ. നിങ്ങളോട് ചോദിച്ചോ? ഇല്ലല്ലോ, പിന്നെ ഉണ്ടായിരിക്കും. ഓ ഓക്കെ. ആ ഇത് മതി. എന്തേലും കഴിക്കാൻ കൊടുത്തിട്ട് കൊടുക്കാം. സുഭാഷേട്ടാ, ദുട്ട് ദുട്ട് എന്താ നോക്കണം? നിക്ക്. എന്താ നികേഷേ, ഇന്ന് വണ്ടി ബസ് സ്റ്റോപ്പിൽ പോകാതെ ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണല്ലോ. സുധീഷേട്ടനോട് തന്നെയാ. എന്തെന്ന്? ഈ സമയത്ത് ബസ് സ്റ്റോപ്പിൽ സീൻ ഇടാൻ പോവാറുള്ളതല്ലേ? എന്താ ഇവിടെ ഇരിക്കണേന്ന്? ഓ എടാ അവളിന്ന് ലീവാന്നേ, ആ. മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നേ. ഓ. അതാ പോവാത്തെ. നമുക്ക് വേണ്ട ആള് വരാതെ നമ്മളോട് പോയിട്ട് എന്താ കാര്യമുള്ളേ? ഈ വണ്ടി അധികം പോകുന്ന എനിക്ക് തോന്നുന്നില്ല. ചെറുക്കട കോളേജിൽ പോറാല്ലേ, പോവാ നമുക്ക്. ചെല്ല് ചെല്ല്. ഓ ഞാൻ പൊക്കോളാം. ഓ ആടാ. എടുത്തി പോയാലോ? ആ ഞാൻ എന്താ വരുന്നു. അച്ഛാ അച്ഛാ, ദാ കഞ്ഞി വെച്ചിട്ടുണ്ടേ, അത് കുടിച്ചിട്ട് മറക്കാതെ ഗുളിക കഴിക്കണം. ആ കഞ്ഞി കൊടുത്തോ? ആ ആ ഇനി മോള് വയ്ക്കോ, ഞാൻ നോക്കിക്കോളാം. ഗുളിക കഴിക്കാൻ മറക്കരുത് കേട്ടല്ലോ. ആ നികേഷ് പോ. ശരി സുഭാഷ് ഏട്ടാ. ഇടപെട്ടെ. വാ. കഞ്ഞി കുടിച്ചാലോ അച്ഛാ?
അച്ഛ കഞ്ഞി കുടിച്ചിട്ട് കഴിക്കേ. റിയൽ എസ്റ്റേറ്റിലാണ് ഇപ്പോൾ ഏറ്റവും ഫ്രോഡ് അല്ലേ സുധീഷേ? ഫ്രോഡ് എല്ലാത്തിലും ഉണ്ട് സാറേ. നമുക്ക് സംഭവിക്കുമ്പോഴേ അതേതെല്ലാ മേഖലയിലാണെന്ന് മനസ്സിലാവുന്നു മാത്രം. ശരിയാ. 10% ഡൗൺ പേയ്മെന്റ്, ബാക്കി ലോണെന്നും പറഞ്ഞാ ഒരു ഫ്ലാറ്റ് മേടിച്ചത്. ഇപ്പോൾ വാങ്ങിച്ച വിലയുടെ 4 ഇരട്ടി ബാങ്കിലടച്ചു. വിൽക്കാൻ നോക്കുമ്പോൾ വാങ്ങിച്ച വില പോലും ഇല്ല. ആ സമയത്ത് ഒരു തുണ്ട് ഭൂമി വാങ്ങിച്ചിരുന്നെങ്കിൽ അത് മതിയായിരുന്നു. അല്ല, സ്വന്തമായിട്ടൊരു ട്രാവൽസ് ആരംഭിക്കണമെന്ന് പറഞ്ഞില്ലേ, അതെന്തായി? ചെയ്യണം സാറേ. കുറച്ച് അധികം കാശ് വേണേ, പതുക്കെ ചെയ്യാന്ന് വിചാരിച്ചു. ഓ, ഇപ്പൊ ബിസിനസ്സാ നല്ലത്. ഒന്ന് ക്ലച്ച് പിടിച്ചാ എല്ലാ കാലത്തും ലാഭമാ. മാസ ശമ്പളം കൊണ്ട് ഒന്നിനും തികയില്ല. വീട്ടിൽ നിന്ന് വൈഫാണോ? അല്ല സാറേ, ഫ്രണ്ടാ. എടുത്തോളൂ. ഏയ് അത് കുഴപ്പമില്ല സാറേ. ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്തെ ഫോൺ എടുക്കാറില്ല. അത് നല്ലതാ. ആ, എന്നാ ശരി സുധീഷേ. ഓ ശരി സാർ. ഹലോ. എത്ര സമയമായിട്ട് ഞാൻ വിളിക്കുന്നു, എന്താ എടുക്കാത്തെ? അത് ഞാൻ ഡ്രൈവിംഗിലായിരുന്നു. ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുമ്പോഴേ ഞാൻ അങ്ങനെ ഫോൺ എടുക്കാറില്ല. ഇപ്പൊ മാത്രമല്ല, രാത്രി തുടങ്ങി ഞാൻ വിളിക്കുകയാണല്ലോ. അത് ഇന്നലെ രാത്രി കുറച്ച് പണിയുണ്ടായിരുന്നു. ഇന്നലെ പാർട്ടിയിൽ നിന്ന് നേരത്തെ പോയല്ലോ. കൂട്ടുകാരുടെ മുന്നിൽ ഞാൻ നാണം കെട്ടുപോയി. അവരൊക്കെ എന്നെ എന്തുമാത്രം കളിയാക്കിയെന്നറിയാവോ? ഇങ്ങനെയാണ് ബോയ് ഫ്രണ്ട് എന്ന്. എന്താ സുധീഷ് അങ്ങനെ ചെയ്തേ? അല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യണോന്നാ? എടോ, ഇയാളുടെ ഫ്രണ്ട് ആയിട്ടാണ് ഞാൻ വന്നത്. ഇയാൾ എന്തിനാ അവരോട് ഞാൻ തന്റെ ബോയ് ഫ്രണ്ട് ആണെന്നൊക്കെ പറയുന്നത്? എന്താ അങ്ങനെ പറഞ്ഞ ഇഷ്ടായില്ലേ? അത് എങ്ങനെ? എടോ, ഞാൻ എങ്ങനെയാണ് കുട്ടിയുടെ ബോയ് ഫ്രണ്ട് ആവുന്നേ? ബിക്കോസ് ഐ ആം ലവ് വിത്ത് യു. അപ്പൊ പിന്നെ ഞാൻ അങ്ങനെയല്ലേ വിളിക്കേണ്ടത്? ചതിച്ചല്ലോ ഭഗവാനെ. എന്താ ഒന്നും പറയാത്തേ? എടോ ഗായത്രി, ഇയാൾ എന്താ വിചാരിച്ചിരിക്കുന്നേ? ഇയാൾ നന്നേ ചെറിയ കുട്ടിയാ. ഞാൻ ഇയാളൊരു ഫ്രണ്ടായിട്ടാ കണ്ടിരിക്കുന്നത്. ഫ്രണ്ടോ? സുധീഷിനെ ഇഷ്ടപ്പെട്ടോണ്ടാ ഞാൻ സംസാരിച്ചു തുടങ്ങിയത്. പിന്നെന്താ ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നേ? നീ മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത് കേട്ടാ. നീ ഒരു ചെറിയ കുട്ടിയാ ഗായത്രി. എടോ, ഞാൻ ആരാണെന്ന് അറിയോ? വെറും ഒരു കാർ ഡ്രൈവറാ. നീ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയാ. ഇതൊന്നും ശരിയാവില്ല കേട്ടാ. അപ്പൊ എന്നെ ഇഷ്ടമല്ലെന്നാണോ? ഇഷ്ടമല്ലാഞ്ഞിട്ടാണോ ഇത്ര നാൾ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചത്? എന്നെ കാണാൻ കൊള്ളാം, ഞാൻ എന്ത് സ്വീറ്റ് ആണെന്നൊക്കെ പറഞ്ഞത്. ഇപ്പൊ പെട്ടെന്ന് എന്താ ഇങ്ങനെ ആയത്? എടോ, താനെന്തിനാ ഇപ്പൊ കരയുന്നേ? ഞാൻ അങ്ങനെയൊന്നും തന്നോട് പെരുമാറിയിട്ടില്ലെന്നേ.
താൻ ചിരിച്ച് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചപ്പോ ഞാനും കുറച്ച് ഫ്രണ്ട്ലി ആയിപ്പോയി. ദാറ്റ്സ് ഓൾ. അല്ലാതെ ഞാൻ തന്നെ പ്രേമിക്കാനൊന്നും നിന്നിട്ടില്ല. സുധീഷ് നോണ പറയാ. സുധീഷിന്റെ അനിയൻ നികേഷിനോട് എനിക്ക് സുധീഷിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടാ സംസാരിക്കാൻ തുടങ്ങിയത്. അയ്യോ എടോ, ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടല്ല. എനിക്ക് താൻ വെറൊരു ഫ്രണ്ട് മാത്രമായിരുന്നു. ഒന്നുമല്ല. ഇപ്പൊ സുധീഷിന് എന്തോ പറ്റിയിട്ടുണ്ട്, അതാ കാരണം. ഗായത്രി, ഇനി എന്നെ വിളിക്കാൻ നിൽക്കരുതേ. എനിക്ക് പറ്റില്ല, ഞാൻ വിളിക്കും. നിനക്ക് UPSC എക്സാമിനേഷൻ എഴുതാൻ ട്രൈ ചെയ്തൂടെ? എന്നിട്ട് എന്തിനാ IAS ആവാനാ? കുപ്പത്തൊട്ടിൽ നിന്നൊരു കളക്ടർ കുട്ടി. നല്ല ടൈറ്റിട്ടൊരു വാർത്ത വരും. എനിക്ക് വേണ്ടി എന്തിനാ മോൾ ഇതൊക്കെ? ഞാനിവിടെ കിടക്കുന്നത് പോലും ആരും മൈൻഡ് ചെയ്യാറില്ല. പിന്നെ നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? അത് കൊടുത്തിട്ട് ഇടത്തേക്ക് പോകുന്നൂടെ? ആവശ്യമുണ്ടേ കഴിച്ചോളൂ.